നാൾതോറും മുമ്പേടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈജയന്തി ഇപ്പോൾ പഴയ വൈജയന്തിയല്ല, അടിമുടി മാറിയിരിക്കുന്നു. താൻ പ്രസവിച്ച മകളാണ് അലീനയെന്നും തൻ്റെ ആഗ്രയിലെ എല്ലാ ചരിത്രവും ബാലചന്ദ്രമേനോൻ കുടുംബക്കാരുടെ മുമ്പിൽ പറഞ്ഞതോടുകൂടെ വൈജയന്തിക്ക് സ്വയം നിയന്ത്രിക്കാനാവുന്നില്ലായിരുന്നു. തൻ്റെ ചേട്ടന്മാരും തൻ്റെ അച്ഛനും കൂടെ ചേർന്ന് തന്നെ എത്രമാത്രമാണ് ചതിച്ചതെന്ന് ഉൾക്കൊള്ളാനാവാതെ. പക്ഷേ ഇപ്പോൾ വൈജയന്തി പുതിയൊരു ജീവിതമാണ്. വാശിയില്ല, ദേഷ്യമില്ല, അഹങ്കാരമില്ല, അങ്ങനെ പുതിയൊരു ജീവിതം. അത് കഴിഞ്ഞ് നേരെ വരുന്നത് സ്നേഹനികേതനത്തിലേക്കാണ്. സ്നേഹനികേതനം ഇപ്പോൾ നോക്കി നടത്തുന്നത് അലീനയും രേവതിക്കുട്ടിയും സ്റ്റാലിൻ ജോസഫും കൂടെയാണ്. സ്റ്റാലിൻ ജോസഫിൻ്റെ പണവും പ്രഭാതവും ഉപയോഗിച്ച് ആ സ്ഥലം തന്നെ വാങ്ങി അവിടെ പുതിയൊരു സ്നേഹനികേതനം പണിത് അതിലിപ്പോൾ ഒരുപാട് അന്തേവാസികളുണ്ട്. അവിടെയും ഇപ്പോൾ ജയന്തി സ്ഥിരം സന്ദർശകയാണ്. ജയന്തി തന്നെ അതെല്ലാം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താണ്. എല്ലാ തെറ്റിനും ബാലചന്ദ്രൻ്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു വൈജയന്തി സ്നേഹനികേതനത്തിലേക്ക് അവിടുത്തെ അന്തേവാസികളെ നോക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് ബാലചന്ദ്രൻ മരണത്തിന് കീഴടങ്ങുന്നത്. ആ ഒരു സീനെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വൈജയന്തി രോഹിത്തിനെയും രേവതിക്കുട്ടിയെയും ഒരുമിപ്പിക്കണം എന്നൊരു ചിന്ത വരുന്നത്. രേവതിക്കുട്ടി ഡിഗ്രി എടുത്ത ശേഷം വീട്ടിൽ വെറുതെ നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വൈജയന്തിയെ സഹായിക്കാൻ സ്നേഹനികേതനത്തിൽ പോകും. അലീന കടപ്പാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിലും അക്കൂട്ടത്തിൽ പോയി അവിടെയും ഒരു സന്ദർശനം നടത്തും. കൃഷ്ണജ ഉപരിപഠനം തിരുവനന്തപുരത്തേക്ക് പോകുന്നതോടെ കടപ്പാട്ടൂർ വീട്ടിൽ ബബിതയും രോഹിത്തും മാത്രമാകും എന്ന സ്ഥിതിയാണ് വരാൻ പോകുന്നത്. ഒരു ദിവസം രേവതിക്കുട്ടി സ്നേഹനികേതനത്തിൽ വെച്ച് തിരിച്ചു പോയപ്പോൾ അലീനയും കൂടെ പോയി. എറണാകുളത്ത് ചെന്ന് അവൾ മാമച്ചനോടും ഗ്രേസമ്മയോടും ചോദിച്ചു, രേവതിക്കുട്ടിയെ ഇനി ഞാൻ തിരിച്ചു തന്നേക്കോ? നീയല്ലേ കൊണ്ടുവന്ന് തന്നത്, നീ തന്നെ വിളിച്ചുകൊണ്ട് പോയിക്കോ. ഗ്രേസമ്മ പറഞ്ഞു, അങ്ങനെയല്ല ആൻറ്റി, അനുഗ്രഹിച്ച് അയക്കണം. സ്വന്തം മകളെ അയക്കണ പോലെ കല്യാണം കഴിപ്പിച്ച് പെട്ടിയും പ്രമാണവും ഒക്കെ കൊടുത്ത്. അങ്ങനെ അലീന പുഞ്ചിരി തൂകി. മനസ്സിലായി, പക്ഷേ അതിൽ നീ വന്ന് ചോദിച്ചാൽ പോരാ. കെട്ടാൻ പോണ ചെക്കൻ്റെ അമ്മയുണ്ടല്ലോ, ബന്ധുക്കളുണ്ടല്ലോ, വേണ്ടതൊക്കെ കൊടുത്ത് അനുഗ്രഹിച്ച് അയക്കണമെങ്കിൽ അത് മുറക്ക് പോലെ തന്നെ ചോദിക്കണം, അതുപോലെ തന്നെ നടക്കണം. മാമച്ചൻ ഗൗരവം വിടാതെ പറഞ്ഞു. രേവതിക്കുട്ടിയും രോഹിത്തും തമ്മിലുള്ള അടുപ്പം മാമച്ചനും ഗ്രേസാമ്മയ്ക്കും അറിയാവുന്നതും അവർ മനസ്സുകൊണ്ട് അംഗീകരിച്ചതുമാണ്. പക്ഷേ ഒരനാഥ പെണ്ണിനെ പോലെ അവളെ അയക്കാൻ അവരും താല്പര്യമില്ല. ഉത്തരവാദിത്തമുള്ളവർ വേണ്ടതുപോലെ വന്ന് ആലോചിക്കണം. അലീന തിരിച്ചുപോയി. അടുത്ത ദിവസം തന്നെ വൈജയന്തി കൊല്ലാപ്പള്ളിയിൽ ചെന്ന് ശിവശങ്കരമേനോനെ കണ്ട് രോഹിത്തും രേവതിക്കുട്ടിയും തമ്മിലുള്ള കല്യാണ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. ശിവശങ്കരമേനോൻ കേട്ടപാടെ എതിർത്തു. നിന്റെ തല തിരിഞ്ഞു പോയ ജയന്തി, അലീന നിന്റെ മോളാണെന്ന് വെച്ച് നമ്മളെല്ലാം അംഗീകരിച്ചു. അതുപോലെയാണോ അവളെ അച്ഛനും അമ്മയും ആരെന്ന് പോലും അറിയാത്ത ആ അനാഥ പെണ്ണായ രേവതിക്കുട്ടി? അവൾ എങ്ങനെ രോഹിത്തിനെ സെറ്റാവും? എന്നാൽ ശിവശങ്കരൻ്റെ വാക്കുകളിലൊന്നും മുഖം കൊടുത്തില്ല വൈജയന്തി. രേവതിക്കുട്ടി അനാഥയായിരുന്നു എന്നുള്ളത് സത്യമാ ശിവേട്ടാ. പക്ഷേ ഇപ്പോൾ അവൾ അങ്ങനെയല്ലല്ലോ. ഒരു ക്രിസ്ത്യാനി കുടുംബം അവളെ ദത്തെടുത്തിരിക്കുകയാണ്. അവൾക്ക് വേണമെങ്കിൽ അവളെ മതം മാറ്റാം. ഒരു ക്രിസ്ത്യാനി ചെറുപ്പക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം. മതത്തിനും വിശ്വാസത്തിനും അപ്പുറത്ത് ചില മൂല്യങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവരെങ്ങനെ ചെയ്യാത്തത്? അവർക്ക് അവളെ ഇനി വേണ്ട, അതാണ് കാര്യം. സ്വന്തം മകൻ്റെ രക്തത്തിൽ ജനിച്ച ഒരു കുഞ്ഞിനെ അവർ വളർത്തുന്നുണ്ടല്ലോ. അവർക്കിനി അതിന് മതി. കഷ്ടം, ശിവേട്ടൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നല്ലോ. ഉടൻ കമല വന്നു ഇടയ്ക്ക് കയറി. അവളെങ്ങനെ ഉണ്ടായതാണെന്ന് ആർക്കറിയാം? വല്ല തീപിടിച്ച് പെറ്റി കുപ്പത്തോട്ടിൽ എറിഞ്ഞു പോയതാണല്ലോ. നമ്മളും താഴെയുള്ളവർ ജാതിയിൽപ്പെട്ടവരാണോ? അതിൻ്റെ തന്തയും തള്ളയും എന്നൊന്നും അറിയില്ലല്ലോ. നിന്റെ മോളുടെ കാര്യം പോലെയാണോ ഇത്? അവൾക്കൊരു നാണം കെട്ട കഥയെങ്കിലും പറയാനുണ്ട്. മനുഷ്യനോട് പറയാനും കേൾക്കാനും കൊള്ളാത്തതാണെങ്കിൽ പോലും. നാണം കെട്ട കഥ എന്താ കമലയെടുത്തി? കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾ അവനവൻ്റെ ജോലി നോക്കി മാന്യമര്യാദയ്ക്ക് ജീവിക്കും. ഏതു നാട്ടിൽ ചെന്നാലും നീ അതാണോ ചെയ്തത്? അവനവൻ്റെ അന്തസ്സും അഭിമാനവും മറന്ന് അന്യമതത്തിൽപ്പെട്ട ഒരു പട്ടാളക്കാരൻ്റെ കൂടെ കുറേ നാൾ അയിനാടി ജീവിച്ചു. ആ വകയിലൊരു കൊച്ചിനെയും പെറ്റുതള്ളി. ഇപ്പോൾ ഇതൊക്കെ മഹാസംഭവങ്ങളായിട്ട് കാണുന്ന വിവരദോഷികളായിരിക്കും. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ശിവശങ്കരമേനോൻ ഒന്ന് പാളി നോക്കിയിട്ട് കമല തുടർന്നു. ഈ രേവതിക്കുട്ടി പറയുന്ന ആൾക്ക് അങ്ങനെ പോലും ഒരു ചരിത്രമില്ലല്ലോ. ഉണ്ടോ? കമലടുത്തിയോട് എനിക്കൊന്നും പറയാനില്ല. ഉത്തരം മുട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെയാ. ഒന്നും പറയാനുണ്ടാവില്ല. പക്ഷേ നിന്നോട് എനിക്കിത്തിരി പറയാനുണ്ട്. ആ പെണ്ണ് ആർക്കെങ്ങനെ ജനിച്ചതാണെന്ന് നമുക്കറിയത്തില്ല. അതൊക്കെ വല്ല ആവശ്യമുണ്ടോ? അവനെപ്പോലെ പഠിപ്പും വിവരവും സ്വത്തും ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ നല്ല ഒന്നാം തരം കോടിക്കണക്കിന് കുടുംബങ്ങളിൽ നിന്ന് കോടീശ്വരന്മാരുടെ പെൺകുട്ടികളെ കിട്ടുമല്ലോ. ഡോക്ടറോ എഞ്ചിനീയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ.
കമല വീണ്ടും അങ്ങനെ തന്നെ പറഞ്ഞു. അവൻ രേവതിക്കുട്ടിയെ മതി, അവളെയാണ് ഇഷ്ടം, അവൾക്ക് അവനെ ഇഷ്ടമാണ്. എൻ്റെ മോനെ എല്ലാവരും കല്ലെറിഞ്ഞുന്ന സമയത്തും അവളെ സ്നേഹിക്കാനും ധൈര്യം കൊടുക്കാനും എൻ്റെ മോളും ആ കുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ ആ കല്യാണം നടത്താനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങളെല്ലാവരും യാതൊരു സഹകരണവും ഉണ്ടാവില്ല, ശിവശങ്കരമേനോൻ പറഞ്ഞു. ശിവേട്ടാ, അവർ സ്വന്തം മകളെ പോലെ അവളെ രോഹിത്തിന് കൊടുക്കുന്നത് അതൊക്കെ ചുമ്മാ പറയാൻ കൊള്ളാം ജയന്തി. അവർ വസ്ത്രത്തിൽ ചെയ്യേണ്ടിയിരിക്കുന്നത് അവൾ അവരുടെ കൂട്ടത്തിലോട്ട് ചേർത്ത് ആ മാമച്ചൻ ചേട്ടന്മാരുടെ പെങ്ങന്മാരുടെയോ മക്കളെ ആരെങ്കിലും കല്യാണം കഴിപ്പിച്ച് കൊടുക്കണമായിരുന്നു. പക്ഷെ അതവരങ്ങനെ ചെയ്തില്ലല്ലോ. അതെന്തുകൊണ്ടാ? അവൾക്ക് അച്ഛനും അമ്മയില്ലെന്ന് അവർക്ക് നന്നായിട്ടറിയാം. ഇനി എനിക്ക് ശിവേട്ടനോട് ഒന്നും പറയാനില്ല. എൻ്റെ ജയന്തി, നീ ചെയ്യേണ്ടത് എന്തെന്ന് വച്ചാൽ അനാഥാലയത്തിൽ പൊറുതി മതിയാക്കി അവനവൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുക. ഇത് കേട്ടോണ്ട് നിന്ന കമല പറഞ്ഞു. അവനവൻ്റെ മക്കളെ വേണ്ടുവോണം നോക്കാനുള്ള ആളില്ലാത്ത വല്ലയിടത്തും ഇട്ടെറിഞ്ഞിട്ട് അനാഥാലയത്തിലെ അഴുപ്പുപിള്ളവർക്ക് ആർക്കു വേണ്ടാത്ത കിഴവനും കിഴവിക്കും കഞ്ഞി കോരി കൊടുക്കുകയും അവരെ കുളിപ്പിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്? നിന്റെ മോളും കാണിച്ചു കൂട്ടുന്ന ഭ്രാന്തിനൊപ്പം നീ കൂട്ടു നിൽക്കണോ? ജനിച്ചെന്ന് മുതൽ അനാഥാലയത്തിൽ ജീവിച്ചവർക്ക് അവിടെ സ്വർഗമായിരിക്കും. അനാഥരെ കാണുമ്പോൾ അവർക്ക് സ്വന്തക്കാരെ പോലെ കാണുമായിരിക്കും. നിനക്കോ അതുമാത്രമല്ല, അവളുടെ തോന്നിയസിനൊപ്പിച്ച് തുള്ളാൻ അവളുടെ തന്തയുണ്ട്. ബാലചന്ദ്രൻ്റെ ആയുസ് കെടുത്തിയത് നീയാണെന്ന മനുഷ്യരെല്ലാവരും പറയുന്നത്. അവനവൻ്റെ ഭർത്താവിനെയും മക്കളെയും നോക്കി വീട്ടിൽ അടങ്ങിയൊതുങ്ങി നിന്നിരുന്നെങ്കിൽ ബാലചന്ദ്രൻ ഇപ്പോഴും ജീവിച്ചിരുന്നേനെ. ജീവിച്ചിരുന്ന കാലത്ത് ആ മനുഷ്യന് നീയൊരു സമാധാനം കൊടുത്തിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം. മരിച്ച ശേഷം അതിൻ്റെ ആത്മാവിനെങ്കിലും നീതികേടല്ലേ നീ കാണിക്കുന്നേ? നിന്റെ പഴയ ബന്ധം പുതുക്കാൻ വേണ്ടിയ മകളുടെ പേരും പറഞ്ഞ് നീ അവിടെ പോയി കിടക്കുന്നതെന്ന് ഓരോരുത്തർക്കും പറഞ്ഞുകൊണ്ട് നടക്കണേ. മതി, നീ സംസാരിക്കേണ്ട, ശിവശങ്കരമേനോൻ കർശനമായി കമലയോട് താക്കീത് ചെയ്തു. ഞാനൊന്നും പറഞ്ഞില്ലേ? അല്ലെങ്കിലും പെങ്ങളുടെ കുറ്റം പറഞ്ഞാൽ ആങ്ങളമാർക്ക് പിടിക്കത്തില്ലല്ലോ. പണ്ടും ഇപ്പോഴും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നീ മുമ്പിവിടെ വന്നു നിന്റെ മകളെ എൻ്റെ മോനെ കല്യാണം ആലോചിച്ചെന്ന് ഞാൻ അറിഞ്ഞു. നിനക്ക് നാണമുണ്ടായിരുന്നോ ജയന്തി? എൻ്റെ മോനെ ഭർത്താവായിട്ട് കിട്ടാൻ എന്ത് യോഗ്യതയാ അവൾക്കുള്ളത്? കമലെ നിർത്ത്! ശിവശങ്കരമേനോൻ ഒച്ചെടുത്തു. നിർത്തി. കമല പിറുപിറുത്തോണ്ട് പിൻവാങ്ങി. വൈജയന്തി ഇനിയൊരക്ഷരം ഊരിയാടാതെ പിന്തിരിഞ്ഞ് കൊല്ലപ്പള്ളി തറവാട്ടിൽ നിന്നിറങ്ങി. വൈജയന്തി രോഹിത്തിനെയും കൂട്ടിയാണ് എറണാകുളത്ത് മാമച്ചൻ്റെ വീട്ടിൽ ചെന്നത്. മാമച്ചനോടും ഗ്രേസാമ്മയോടും അവൾ പറഞ്ഞു. സ്വന്തക്കാരുടെയും ബന്ധുജനങ്ങളുടെയും അനുഗ്രഹത്തോടെയും അനുവാദത്തോടെയും നല്ല മേടിയായി കല്യാണം നടത്തണമെന്നായിരുന്നു ആഗ്രഹം. അത് നടപ്പില്ലെന്ന് മനസ്സിലായി. പാലേട്ടൻ്റെ സ്വന്തക്കാർക്ക് പോലും അത്ര പിടിച്ചിട്ടില്ല. പക്ഷേ എനിക്കും എൻ്റെ മക്കൾക്കും ഇക്കാര്യത്തിൽ ഒരേ മനസ്സാ. ഇനി നിങ്ങൾ പറയേണ്ടത്. ഇനി പറയാൻ എന്തിരിക്കുന്നു? കുട്ടികൾ അവരുടേതായ തീരുമാനത്തിലെത്തിക്കഴിഞ്ഞു. അവരുടെ ഒരു ഗ്രൂപ്പുണ്ടല്ലോ, അത് നമ്മൾ വിചാരിച്ചാൽ തകർക്കാൻ പറ്റില്ല. പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എവിടെ നിന്ന് എല്ലാവരും കോള് വരണമെന്നറിയാമോ? കുളത്തുപുഴ, പത്തനംപുര, പുന്നല്ലൂര്, തിരുവനന്തപുരം, പാല. നമുക്കിനി നിശ്ചയത്തിനും കല്യാണത്തിനും ഓരോ തീയതി കുറിപ്പിക്കാം. അതാ ചെയ്യാനുള്ളൂ, മാമച്ചൻ പറഞ്ഞു. വൈജയന്തി മന്ദസ്മിതയോടെ തലയാട്ടി. റിങ് ചെയ്യുന്നത് നിൽക്കുന്ന മുമ്പേ ഗംഗാധരമേനോൻ വേഗം വന്ന് ഫോണെടുത്തു. ഹലോ ഗംഗേട്ടാ, വൈജയന്തിയാ. ആ, അവിടെ എന്ത് വിശേഷം? ഒരു വിശേഷം പറയാനുണ്ട്. രോഹിത്തിൻ്റെ കല്യാണം ഉറപ്പിച്ചു. നിശ്ചയത്തിന് ക്ഷണിക്കാൻ കൂടിയാണ് വിളിച്ചത്. ഓ, അത് തന്നെ നടത്താൻ തീരുമാനിച്ചോ? അവരാഗ്രഹിച്ചതല്ലേ ഗംഗേട്ട? നടക്കട്ടെ. സുഖമായാലും ദുഃഖമായാലും മറ്റാരെയും കുറ്റപ്പെടുത്തേണ്ടി വരില്ലല്ലോ. ഞാൻ അനുഭവിച്ച വേദനയൊന്നും എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് കൂടിയാ. ഗംഗേട്ടനും ചേച്ചിയും നിശ്ചയത്തിന് വരണം. അതിന് രോഹിത്തിനെ അവിടുന്ന് ക്ഷണിക്കും. മാലതിമേനോൻ വാതിൽക്കൽ വന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഗംഗാധരമേനോൻ സംസാരിച്ച് തീർന്ന് ഫോൺ വെക്കുന്നതുവരെ അവർ കാത്തുനിന്നു. ജയന്തിയായിരുന്നു. ഗംഗാധരമേനോൻ മാലതിയോട് പറഞ്ഞു. എനിക്ക് മനസ്സിലായി, അവർ തന്നെ നടത്താൻ തീരുമാനിച്ചു അല്ലേ? ഗംഗാധരമേനോൻ മുകളിൽ അല്പം നീരസമുണ്ടായിരുന്നു. നമുക്ക് പറയേണ്ടതെല്ലാം മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അവർ വേറൊരു തീരുമാനമെടുത്തു, അത്രയല്ലേ ഉള്ളൂ. മാലതി പറഞ്ഞു. നമ്മളത് അംഗീകരിച്ച് കൊടുക്കണം എന്നില്ലല്ലോ എൻ്റെ ഗംഗേട്ട. നമ്മളൊക്കെ ഇനി എത്ര കാലമുണ്ട്? ആണ്ടിലൊരിക്കലോ മറ്റോ ആണ് കൂട്ടിക്കാഴ്ച. കല്യാണം, മരണം, ഇതൊക്കെ കൂടിക്കാഴ്ചയ്ക്കുള്ള അരങ്ങ്. ഇതിനിൽ ഓരോ തരം വിശ്വാസം കണ്ടുപിടുത്തവും. എന്തായാലും അവർ നന്നായിട്ട് ജീവിക്കട്ടെ. വൈജയന്തിയുടെ അവസ്ഥ അവർക്കാർക്കും വരാതിരിക്കട്ടെ. ഗംഗാധരമേനോൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. നമ്മൾ എവിടെ ചെന്ന് കല്യാണത്തിന് പങ്കെടുത്ത് ആ കുട്ടികളെ അനുഗ്രഹിച്ചു പോന്നാൽ അവർക്ക് എന്തൊരു സന്തോഷമാകും. നമുക്ക് വല്ലതും നഷ്ടപ്പെടുന്നുണ്ടോ? സന്തോഷമല്ലേ തോന്നൂ. ശിവൻ ഒട്ടും ഇഷ്ടമല്ല. കമലയാണെങ്കിലോ കാഞ്ഞിരം പോലെ കായ്ക്കുന്ന മട്ടിൽ അവർ മാറി നിൽക്കുമ്പോൾ നമ്മൾ മാത്രം പങ്കെടുക്കുന്നത് ശരിയാണോ?
ശിവനോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. കമലയുടെ സ്വഭാവം ആർക്കും മാറ്റാൻ പറ്റില്ല. അത് പട്ടിയുടെ വാല് പോലെയാ. ഗംഗേട്ടന് ശിവനെ വിളിച്ച് സംസാരിക്ക്. ഇത്രയൊക്കെ സ്ഥിതിക്ക് ഇനി പുറംതിരിഞ്ഞ് നിൽക്കുന്നത് മണ്ടത്തരമാണ്. കല്യാണം ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന ചടങ്ങാ. അതിന് പങ്കെടുക്കാതെ മാറി നിൽക്കുമ്പോൾ ഓർക്കണം, പിന്നീട് എത്രയോ പ്രാവശ്യം നമ്മൾ അവരെ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന്. ഒരു തവണത്തെ ദുരിപമാനത്തിന് എത്രയോ തവണ അവരുടെ മുമ്പിൽ ലജ്ജിക്കേണ്ടി വരും. ഗംഗാധരമേനോൻ അനുകൂലാർത്ഥത്തിൽ മൂളിക്കൊണ്ട് തലയാട്ടി. അല്പസമയം ആലോചിച്ച് നിന്നിട്ട് ഗംഗാധരമേനോൻ ശിവശങ്കരമേനോനെ വിളിച്ച് വൈജ തന്നെ വിവാഹ നിശ്ചയത്തിന് ക്ഷണിച്ച കാര്യങ്ങളും പറയുന്നുണ്ട്. അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങ് നടക്കട്ടെ. അല്ലാതെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും അതൊന്നും ചെവിക്കെടുക്കുന്ന ഒരു ലക്ഷണവുമില്ല. എന്തായാലും രോഹിത്തിൻ്റെയും രേവതിക്കുട്ടിയുടെയും വിവാഹം നടക്കട്ടെ, നമുക്ക് അതിൽ പങ്കെടുക്കാം. അങ്ങനത്തെ ഒരു തീരുമാനത്തിലെത്തി. അഞ്ചുമന ക്ഷേത്രത്തിലായിരുന്നു വിവാഹം. സ്വന്തം മകളുടേതെന്ന പോലെ ആഘോഷമായിട്ടാണ് മാമച്ചനും ഗ്രേസാമ്മയും അത് നടത്തിയത്. നീലഗിരിയിൽ നിന്ന് ഗംഗാധരമേനോനും മാലതിയും എത്തിച്ചേർന്നു. കൊല്ലപ്പള്ളിയിൽ നിന്ന് കമലൊഴികെ മറ്റെല്ലാവരും ആ വിവാഹത്തിന് പങ്കുകൊണ്ടു. കുളത്തുപുഴയിൽ നിന്ന് സ്റ്റാലിനും ഡാനിയും, പത്തനംപുരത്ത് നിന്ന് സാന്ദ്രയും ജോസുക്കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു. പാലയിൽ നിന്ന് ബാലചന്ദ്രമേനോന്റെ ബന്ധുജനങ്ങൾ. കതിർ മണ്ഡപത്തിൽ സർവാഭിഷുദ്ധയായി ഇരിക്കവേ താനേതോ സ്വപ്നലോകത്താണെന്ന് രേവതിക്കുട്ടിക്ക് തോന്നി. ഇങ്ങനെയൊരു വിവാഹമോ ആഘോഷമോ ഒന്നും അവൾ സങ്കല്പിച്ചിട്ട് കൂടിയില്ലായിരുന്നു. സ്നേഹനികേതനത്തിൽ താമസിച്ചിരുന്ന കുട്ടിക്കാലത്ത് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, വയറു വിശക്കാതെ എന്നും എന്തെങ്കിലും കഴിക്കാൻ കിട്ടണേ എന്ന്. പിന്നെ കൊതിച്ചിട്ടുള്ളത് ഭംഗിയുള്ള ഉടുപ്പിനു വേണ്ടിയാണ്. അലിന ചേച്ചിയോ പ്രീതമമ്മിയോ വീട് തോറും കയറിയിറങ്ങി നടന്ന് ഇരുന്ന് കിട്ടുന്ന വസ്ത്രങ്ങൾ സ്നേഹനികേതനത്തിൽ കൊണ്ടുവരുമ്പോൾ അതിലാദ്യം ആകാംക്ഷയോടെ അവരിൽ നിന്ന് കൈയിട്ട് വാരുമ്പോഴെല്ലാം ഇങ്ങനെയൊന്നും സ്വപ്നത്തിൽ പോൽ നടക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നില്ല. തൻ്റെ ചുറ്റും നിൽക്കുന്നവരെല്ലാം സിനിമാ താരങ്ങളാണെന്ന് രേവതിക്കുട്ടിക്ക് തോന്നി. അലീന ചേച്ചിക്കും ബബിതയ്ക്കും ഡാനിയക്കും സ്റ്റാലിൻ പപ്പയ്ക്കും ടെൽസക്കും മാമച്ചനെങ്കിലും ഗ്രേസാമാൻറ്റിക്കും എല്ലാവർക്കും ഒരു താരശോഭ. അലീന ചേച്ചിയെ നോക്കുന്തോറും രേവതിക്കുട്ടിക്ക് കരയാനും ചിരിക്കാനും വന്നു. അലീന അവളുടെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ നിന്നു. താൻ അനുജത്തിക്കുട്ടിയെപ്പോലെ കൊണ്ടു നടന്ന പെൺകിടാവ് അവൾ മംഗല്യവതിയാകുന്നു. വേറെ ആരുമല്ല അവളുടെ ജീവിതം കയ്യേൽക്കുന്നത് തൻ്റെ സഹോദരൻ. അതുവഴി ശക്തമായൊരു ബന്ധം കൂടി വിളക്കി ചേർക്കുകയാണ്. മുഹൂർത്തമായി. മേളങ്ങൾക്കും ആവരങ്ങൾക്കും ഒടുവിൽ രോഹിത് താലിച്ചരടെടുത്ത് കഴുത്തിൽ അണിയകവേ രേവതിക്കുട്ടി ഓർത്തു, ഈ നിമിഷം മുതൽ താൻ അനാഥയല്ലാതാവുകയാണ്. പേരിട്ട് വിളിക്കാനാവുന്ന ഒരു ബന്ധം ജീവിതത്തിൽ ആദ്യമായി വന്നു ചേരുകയാണ്. രേവതിക്കുട്ടിയുടെ മിഴികളിൽ നിന്ന് രോഹിത്തിൻ്റെ കൈത്തൊണ്ടയിലേക്ക് ചൂട് കണ്ണീർ തുള്ളികൾ അടർന്നു വീണുകൊണ്ടിരുന്നു. മനുശങ്കർ രേവതിക്കുട്ടിയെ മുഖത്തു നിന്ന് വിസ്മയത്തോടെ നോട്ടം ഉയർത്തി അലീനയെ നോക്കി. അവളുടെ നീർമിഴികളിലും നീർത്തുള്ളികൾ തിളക്കം അവൻ കണ്ടു. അങ്ങനെ വിവാഹം ആർഭാടമായി സന്തോഷത്തോടെ നടന്നു. വൈജയന്തിയെയും അലീനയും കാണാനും മനുശങ്കറിൻ്റെ വിരുന്നുണ്ണാനും വേണ്ടി വന്നതായിരുന്നു രോഹിത്തും രേവതിക്കുട്ടിയും. മനുശങ്കർ വേളിക്കടുത്തൊരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്തിട്ടുണ്ട്. ടെക്നോ പാർക്കിൽ തന്നെ ജോലി ചെയ്യുന്ന 5 സഹപ്രവർത്തകർക്കൊപ്പമാണ് അത് പങ്കിടുന്നത്. ഇന്നലെ വൈകുന്നേരം വന്ന രോഹിത്തും രേവതിക്കുട്ടിയും തിരുവനന്തപുരത്ത് ഹോട്ടലിലായിരുന്നു താമസം. മനുശങ്കറാണ് താമസ സൗകര്യമെല്ലാം ഏർപ്പാടാക്കി കൊടുത്തത്. അടുത്ത ദിവസം ഹോട്ടൽ റൂമിൽ ബബിതയും ഡാനിയും മനുശങ്കറും കൃഷ്ണജിയും കൂടി വന്നു ചേർന്നു. ഒരു നായറിൻ്റെ ഒഴിവിൽ കണക്കാക്കി മുൻകൂട്ടി പ്ലാൻ ചെയ്തതായിരുന്നു അതെല്ലാം. അവിടെ വെച്ച് അവർ ഒരു തീരുമാനമെടുത്തു. മനുശങ്കറിനെയും അലീനയും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. രണ്ടിലൊന്ന് നിശ്ചയിക്കണം. അന്തിമ തീരുമാനമെടുക്കുന്നത് അലീനയുടെ പപ്പ അമ്മയും ചേർന്നാണ്. സ്റ്റാലിൻ കഴക്കൂട്ടത്തേക്ക് എല്ലാ ഞായറാഴ്ചകളും സന്ദർശനത്തിന് വരാറുണ്ട്. ആദ്യം അമ്മയുടെ അടുത്ത് പ്രഷർ കൊടുക്കണം, എന്നിട്ട് വേണം സ്റ്റാലിൻ പപ്പയെ ആക്രമിക്കാൻ, ബബിത ഉത്സാഹത്തോടെ പറഞ്ഞു. ഉച്ചയ്ക്ക് ഹോട്ടലിലായിരുന്നു ഊണ്. അതിനുശേഷം എല്ലാവരും കൂടി സ്നേഹനികേതനത്തിൽ ചെന്നു. എത്തിയിട്ടുണ്ട്. സ്റ്റാലിൻ്റെ ജീപ്പ് കണ്ടപ്പോൾ ബബിത പറഞ്ഞു, ഡ്രൈവർ ബൈജു ജീപ്പിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുന്നു. അവർ എത്തിച്ചേർന്നതേയുള്ളൂ എന്ന്. കഴക്കൂട്ടത്തേക്ക് വരുമ്പോൾ കുറേ അരിയും ഗോതമ്പും പച്ചക്കറിയുമെല്ലാം വാങ്ങിക്കൊണ്ടുവരിക പതിവാണ്. സ്റ്റാലിൻ ഓഫീസ് റൂമിലിരുന്ന് ഓതിക്കുട്ടിച്ചനോട് സംസാരിക്കുകയായിരുന്നു. ബബിതയാണ് മുമ്പേ കയറി വന്നത്. പപ്പ എന്ന് വിളിച്ചുകൊണ്ട് സ്റ്റാലിൻ്റെ അരികിലേക്ക് ചെന്ന് തന്നോട് സ്റ്റാലിൻ പപ്പയ്ക്ക് പ്രത്യേകിച്ച് ഒരു വാത്സല്യമുണ്ടെന്ന് അവൾക്കറിയാം. അതവൾ സ്റ്റാലിൻ്റെ അടുത്ത് കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. സ്റ്റാലിൻ വിസ്മയത്തോടെ അവളെ നോക്കവേ പുറകെ കൃഷ്ണജിയും ഡാനിയും രേവതിക്കുട്ടിയും രോഹിത്തും കൂടി വന്നു. അയാളുടെ അത്ഭുതപ്പെടുത്തി. തീർന്നോ? ഇനി വല്ലവരുമുണ്ടോ? സ്റ്റാലിൻ ബബിതയോടായി ചോദിച്ചു. ഇനി ഒരാളും കൂടിയുണ്ട്, അത് ഞങ്ങളുടെ ഡ്രൈവറാ, ബബിത കുസൃതിയോടെ പറഞ്ഞു. അതാരാണ്? സ്റ്റാലിൻ ചോദിച്ചു. ഇപ്പം തന്നെ പറയാം. അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചിട്ടേ പപ്പ സമ്മതിക്കോ? ബ്ലെൻഡായിട്ട് സമ്മതങ്ങളൊന്നും ഞാൻ ആർക്കും കൊടുക്കാറില്ല. ഒരു റിക്വസ്റ്റ്, അത്
ചിന്ന റിക്വസ്റ്റ്, ഈ പുതുമളവാനെയും പുതുമളവാട്ടിയും കൂടി നമുക്ക് എല്ലാവർക്കും കൂടി വൈകുന്നേരം കുളത്ത് പോയില്ലോ, എവിടേക്കെങ്കിലും ഒന്ന് പോയാലോ, ഒരു ബീച്ചിലോ. പപ്പയോടല്ലാതെ ആരോട് പറയും? കോവളത്ത് തനിച്ചു പോകാൻ പ്രായമുള്ളവരെ അവർ രണ്ടുപേരും സ്റ്റാലിൻ രോഹിത്തിനെയും രേവതിക്കുട്ടിയെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. വേറെങ്കിലും നിങ്ങൾക്ക് ഒക്കെ പൊയ്ക്കൂടെ? പപ്പയുടെ മിലിറ്ററി ജീപ്പിൽ പോകണം. പപ്പ ഓടിക്കുന്ന വണ്ടിയിൽ ഇരിക്കണം. ഞങ്ങളൊക്കെ പുറകിലും കമ്പിയിൽ പിടിച്ചു തൂങ്ങി നിന്നോളാം. ഇവിടുന്ന് അരമണിക്കൂർ മതിയല്ലോ പപ്പ. ഈ വല്യപ്പച്ചനെന്താ മിണ്ടാതിരിക്കുന്നേ? ഒന്ന് റെക്കമെൻഡ് ചെയ്ത് വല്യപ്പച്ച. ഓതിക്കുട്ടിച്ചൻ നിവർന്നിരുന്നു. എന്നെ കൂടി കൊണ്ടുപോകുമോ? പിന്നല്ലാതെ, വല്യപ്പച്ചനല്ലേ ഞങ്ങളുടെ നേതാവ്. എടാ ലാലിച്ച, പിള്ളേരെ ആഗ്രഹമല്ലേ, അവരെ അവിടേക്ക് കൊണ്ടുപോയി. ഇതുങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വന്നതല്ലേ, ഇതൊക്കെ ഒരിക്കലല്ലേ ഉള്ളൂ. ഓതിക്കുട്ടിച്ചൻ പറഞ്ഞു. സമയം ഉണ്ടെന്ന് നോക്കട്ടെ. സ്റ്റാലിൻ വാച്ചിൽ നോക്കിയിട്ട് പറഞ്ഞു എഴുന്നേറ്റു. അത്രേ മതി, രക്ഷപ്പെട്ടു. അവിടെ അമ്മയും അനിയും ചേച്ചിയും. ബബിത ആഹ്ലാദത്തോടെ അടുത്ത പോയിന്റിലേക്ക് ഓടി. പുറകെ മറ്റുള്ളവരും. സ്റ്റാലിൻ തെല്ലാസത്തയോടെ വാതിൽ തുറന്ന് മുൻവരാന്തയിലേക്ക് ഇറങ്ങി. അവിടെ സിറ്റൗട്ടിൽ തൂണിച്ചാരി നിൽക്കുന്ന ആളെ കണ്ട് പെട്ടെന്ന് നിന്നു. ബബിത സൂചിപ്പിച്ച ഡ്രൈവർ മനുശങ്കർ. അങ്ങനെ ബീച്ചിലേക്ക് പോവാൻ എല്ലാവരും തയ്യാറായി. ഔതിക്കുട്ടിച്ചേൻ, ഞാനില്ല, നിങ്ങളെല്ലാവരും കൂടെ പോയിട്ട് വരൂ. ഇവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് പോയാൽ ഇവിടെ ആരാ ഉള്ളതെന്ന് പറയുന്നുണ്ട്. ആ സമയം അലീന വൈജയന്തിയോട് പറയാം, അമ്മയും കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം. ആദ്യമൊക്കെ വൈജയന്തി എതിർത്തെങ്കിലും പിന്നീട് ലാലിച്ചനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അതോട് തന്നെ അവൾ പോവാൻ തന്നെ തയ്യാറായി. കടപ്പുറത്ത് എല്ലാവരും കളിച്ച് രസിക്കാണ്. വെള്ളത്തിൽ രോഹിത്തും രേവതിക്കുട്ടിയും തിരമാലകളോട് മത്സരിക്കുന്നത് കണ്ട് കൗതുകത്തോടെ നോക്കി നിൽക്കായിരിക്കും വൈജയന്തി. അവൾക്ക് തൊട്ടരികിൽ തന്നെ സ്റ്റാലിനും ഉണ്ടാവും. അങ്ങനെ സൂര്യാസ്തമയത്തിൻ്റെ ഒരു സമയമാണ്. ആ സമയം തന്നെ ലാലിച്ചനെയും വൈജിയെ നോക്കി അലീനക്ക് വല്ലാത്തൊരു സംതൃപ്തി. തൻ്റെ അച്ഛനും അമ്മയുമാണ്. എത്രയോ നാൾ ഇങ്ങനെ കാണാൻ കൊതിച്ചിട്ടുണ്ട്. പക്ഷേ രണ്ടുപേരും ഇപ്പോൾ അന്യരാണ്. എന്തൊരു വിധിയാണ്. ഒരുപാട് സ്നേഹിച്ചവരാണ്. ഇങ്ങനെ കണ്ടിട്ടും മിണ്ടാതെ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയോർത്തപ്പോൾ അലീനക്ക് വല്ലാതെ വിഷമം തോന്നി. അങ്ങനെ ലാലിച്ചനോട് തൻ്റെ മകളുടെ വിവാഹകാര്യം പറയണം. അതിനുവേണ്ടി വൈജ അയാൾക്കരികിലേക്ക് നീങ്ങി നിൽക്കുന്നുണ്ട്. ലാലിച്ച, ഒരു നനുത്ത സ്വരം പോലെ ലാലിച്ചന് പെട്ടെന്ന് വൈജയുടെ മുഖത്തേക്ക് നോക്കി. അവൾ ആഗ്രയിലുള്ള ആ നിമിഷങ്ങൾ അയാളുടെ ഉള്ളിൽ പലതവണയായി മിന്നി മറഞ്ഞു. ലാലിച്ച, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ മകളുടെ വിവാഹകാര്യ. അവൾക്ക് 10-25 വയസ്സായി. ഇനിയും ഇങ്ങനെ അവളെ നിർത്തിയാൽ മതിയോ? അവളുടെ വിവാഹകാര്യത്തിൽ എന്തെങ്കിലും ചിന്ത വേണ്ടേ? അതെ, മനുവായിട്ട് അവൾ ഇഷ്ടത്തിലാണ്. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം അറിയാലോ. എത്ര വേദനിച്ചിട്ടുണ്ട് പരസ്പരം കാണാതെ. അതുപോലുള്ളൊരു വേദന നമ്മുടെ മകൾക്ക് നമ്മൾ കൊടുക്കണോ എന്ന് ചോദിക്കുകയാണ്. നമുക്ക് തെറ്റുപറ്റിയെന്ന് അവരുടെ ജീവിതം തുടങ്ങുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവാൻ പാടില്ല. നമ്മൾ ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണ്ടേ? സ്റ്റാലിൻ ഒന്നും മിണ്ടാതെ വൈജയെ നോക്കി. ശരിയാണ്, ഒരുപാട് വേദനിച്ചിട്ടുണ്ട് സ്നേഹിച്ചതിൻ്റെ പേരിൽ. വൈജ എവിടെയാണെന്ന് അറിയാതെ തൻ്റെ കുഞ്ഞിൻ്റെ പേരിൽ. അങ്ങനൊരവസ്ഥ ഒരിക്കലും തൻ്റെ മകൾക്ക് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ എല്ലാവരും ബീച്ചിൽ നിന്നെല്ലാം പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് തിരികെ വീട്ടിലേക്ക് വരാണ്. സ്നേഹനികേതത്തിൽ വൈജ ഇറങ്ങുന്നുണ്ട്. അലീനയും കൂട്ടി കുളത്തുപുഴയിലേക്ക് പോവാണ് സ്റ്റാലിൻ ജോസഫ്. ഓതിക്കുട്ടിച്ചേനും അവരുടെ കൂടെ ഉണ്ടാവും. വീട്ടിലെത്തിയ സ്റ്റാലിൻ തൻ്റെ റൂമിലേക്ക് വിളിക്കാണ് അലീനയെ. അവിടെ ഔതിക്കുട്ടിച്ചേൻ ഇരിക്കുന്നുണ്ടാവും. ആ, നിൻ്റെ അമ്മ എന്നോട് ഇന്നൊരു കാര്യം പറഞ്ഞു. എന്താ എന്നർത്ഥത്തിൽ അലീനയ്ക്ക് മനസ്സിലായിട്ടും സ്റ്റാലിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഞങ്ങൾ അനുഭവിച്ച വേദന ഒരിക്കലും നീ അനുഭവിക്കരുതെന്ന് നിൻ്റെ വിവാഹകാര്യ പറഞ്ഞത്. നമ്മൾ തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു. നിനക്കിഷ്ടമില്ലാത്ത കല്യാണത്തിൽ ഞാൻ നിന്നെ നിർബന്ധിക്കുകയില്ലെന്നും ഞാൻ അംഗീകരിക്കാത്തൊരു വിവാഹത്തിന് നീയും അതിനോട് സമ്മതം ചോദിച്ചു വരരുതെന്നും അങ്ങനൊരു കരാറ്. അതെ പപ്പ, ഒരിക്കലും ഞാൻ ആ കരാറ് തെറ്റിച്ചിട്ടില്ല. അമ്മയോട് അങ്ങനൊരു ആവശ്യം ഞാൻ മുന്നിലോട്ട് വെച്ചിട്ടില്ല. ആ, അതെനിക്ക് മനസ്സിലായി. നിനക്ക് ഉറപ്പുണ്ടോ മനുശങ്കറിൻ്റെ കൂടെ നീ ഹാപ്പി ആയിരിക്കുമെന്ന്? അലീന ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുക. എന്തായാലും എനിക്കും വൈജയ്ക്കും സംഭവിച്ച പോലെ എൻ്റെ മോൾക്കുണ്ടാവരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ അന്ന് എൻ്റെ അച്ഛനും എൻ്റെ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു കാരണം ഉണ്ടാവാമായിരിക്കും വൈജയും ഞാനും ഒരുമിക്കുന്നതിൽ. അതേ കാരണങ്ങൾ ഇപ്പോൾ എനിക്കും ഉണ്ട്. രണ്ടും മതസ്ഥരാണ്. എന്നാലും അതൊന്നും ഞാൻ നോക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ മകളുടെ സന്തോഷം അത് മാത്രമാണ് ഞാൻ നോക്കുന്നത്. ആ ഒരു വിവാഹ ജീവിതം വിജയിച്ചാലും ഇല്ലെങ്കിലും അതിൽ നിന്ന് എന്ത് വന്നാലും അലീന നീ നേരിടേണ്ടി വരും. പപ്പ പറഞ്ഞു വരുന്നത് മനുശങ്കർ ഒരു മോശപ്പെട്ട ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നീ എന്തിനാ? നിങ്ങൾ രണ്ടുപേരും രണ്ട് ദിശയിലാണ്. അവൻ ജോലിയായിട്ട് പോകുന്നു, നീ ആണെങ്കിലോ ഒരു ഓർഫനേജ് നടത്തുന്നു. നിനക്ക് അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ പോലും സമയം കിട്ടില്ല. ആര് പറഞ്ഞു? സ്നേഹമുള്ളിടത്ത് എല്ലാം ഉണ്ടാവും. ഓർഫനേജ്
അത് അന്തേവാസികൾക്കുള്ളതാണ്, അതും എൻ്റെ ലൈഫും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ സ്റ്റാലിൻ സമ്മതിക്കാണ്. മനുവിൻ്റെ ഫോണിലേക്ക് അലീനയുടെ ഒരു മെസ്സേജ് എത്തി. പപ്പ സമ്മതിച്ചു. മനുവിന് വലിയ സന്തോഷമാണ്. ജോലിക്കിടയിൽ ആ ഒരു മെസ്സേജ് കണ്ടതും ഏയ് എന്ന് പറഞ്ഞ് അവൻ ചാടിയണീക്കുന്നുണ്ട് സീറ്റിൽ നിന്ന്. കൂട്ടുകാർ ചോദിക്കുക, എന്ത് പറ്റി മനു? അങ്ങനെ മനു തൻ്റെ ആ ഒരു പ്രണയം വിജയിച്ചെന്ന് അവരോടൊക്കെ പറയാണ്. അങ്ങനെ ഈ സമയം തന്നെ ബബിതിക്കും രേവതിക്കുട്ടിക്കും എല്ലാം സ്റ്റാലിൻ ജോസഫ് സമ്മതിച്ച വിവരം മെസ്സേജായി കിട്ടുന്നുണ്ട് കേട്ടോ. അവരെല്ലാം ആഘോഷിക്കാണ്. അങ്ങനെ ഈ സമയത്താണെങ്കിലോ മനു തൻ്റെ വീട്ടിൽ പോയിട്ട് പറയുന്നുണ്ട്, ശിവശങ്കരൻ മേനോനും കമലയോടും പറയുന്നുണ്ട്, എൻ്റെ വിവാഹം അലീനയുമായിട്ട് നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ നടത്തി തരണം. ഇല്ലടാ, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ആ പിഴച്ചു പറ്റിയവളെ നിനക്ക് വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എത്ര കുടുംബത്തിൽ നിന്ന് എനിക്ക് പെണ്ണ് കിട്ടും? അലീന വൈജയുടെ മകളാണെന്ന് കരുതി പിഴച്ചു പറ്റല്ലാതിരിക്കോ? ഇല്ലല്ലോ. എന്തായാലും പിഴപ്പ് തന്നെ. അത് രാജാവ് പ്രസവിച്ചാലും റാണി പ്രസവിച്ചാലും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ലെന്ന്. കമല ഒരിക്കലും അടുക്കുന്നില്ല. ഗംഗാധരൻ മേനോൻ ഒരുപാട് കമലയോടും ശിവശങ്കരനോടും സംസാരിക്കുന്നുണ്ട്. ശിവശങ്കറിന് സമ്മതഭാവമാണ്. എന്നാൽ കമലയാണെങ്കിലോ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഉടക്കിക്കൊണ്ടിരിക്കുക. അന്നേരം ഗംഗാധരൻ മേനോൻ പറയും, നിനക്കറിയില്ലോ ശിവ, അവനും അലീനയെപ്പോലെ ഒരു പെണ്ണിനെ അല്ലാതെ ഒരിക്കലും മനുവിന് അത്രയും നല്ലൊരു പെൺകുട്ടിയെ വേറെ കിട്ടത്തില്ല. കാരണം ഒരാണിനാവശ്യം സമാധാനമാണ്. അവളുടെ കുട്ടികളുടെ അമ്മയാവാനുള്ള എല്ലാതും നമ്മൾ അലീനയ്ക്കുണ്ട്. അലീനയെപ്പോലെ ഒരു പെണ്ണിനെ കിട്ടുന്ന മനു ഭാഗ്യവാന്മാരാണ്. എന്തായാലും കമല സമ്മതിച്ചാലില്ലെങ്കിലും കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് ആ വിവാഹം നടത്തും. കമല അന്നേരം പറയും, ഈ വീടിൻ്റെ പടി കടത്താൻ ഞാൻ സമ്മതിക്കില്ല. അമ്മ സമ്മതിച്ചാലും ഇല്ലെങ്കിലും കഴക്കൂട്ടത്തിൻ്റെ അടുത്ത് ഒരു വാടക വീട് ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. ഞങ്ങളവിടെ സന്തോഷത്തോടെ ജീവിച്ചോളാം. ജീവിച്ചോടാ. പെറ്റമ്മയുടെ കണ്ണീരിനും വാക്കിനും ഒരു വിലയില്ലാതെ നീ അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി പോവല്ലേ? പിന്നെ ഞാൻ എന്തിനാ ഈ 10-30 വയസ്സ് വരെ അവൾക്ക് വേണ്ടി കാത്തിരുന്നത്? അവൾക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്, എല്ലാവരുടെയും സമ്മതത്തിന് വേണ്ടി. അമ്മ മാത്രം ഇങ്ങനെ ഇടങ്കോലിടരുത്. നീ എന്തൊക്കെ പറഞ്ഞാലും മനു, ഞാൻ ഇതിന് സമ്മതിക്കില്ല. എൻ്റെ ആശീർവാദവും അനുവാദം ഒരിക്കലും ഈ വിവാഹത്തിനുണ്ടാവില്ല. അങ്ങനെ മറ്റുള്ളവരെല്ലാം ഈ ഒരു അലീനയുടെയും മനുവിൻ്റെയും വിവാഹം വളരെ ഗ്രാൻഡായിട്ട് നടത്തണമെന്നാണ് ആ സമയം സ്റ്റാലിൻ ചിന്തിച്ചത്. എന്നാൽ തൻ്റെ കല്യാണ ആർഭാടങ്ങളും ആഘോഷങ്ങളൊന്നും ഇല്ലാതെ തന്നെ നടത്തണമെന്ന് അലീനയ്ക്ക് നല്ല നിർബന്ധമുണ്ടായിരുന്നു. തൻ്റെ വിവാഹത്തിന് ചിലവാക്കാൻ വെച്ച പണം മറ്റേന്തെങ്കിലും പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടത്തി അത് നടത്തണമെന്ന് പപ്പയോട് അവൾ അഭ്യർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ അലീനയുടെ വിവാഹത്തിന് വേണ്ടി മാറ്റിവെച്ച പണം കൊണ്ട് 2-3 പെൺകുട്ടികളുടെ വിവാഹം നടത്തുകയും സ്റ്റാലിൻ ചെയ്തു. അത് വളരെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ബബിതയും രേവതിക്കുട്ടിയും എല്ലാവരും തീരുമാനിക്കാണ്, അലീന ചേച്ചിയുടെയും മനുശങ്കറിൻ്റെയും കല്യാണം ആർഭാടങ്ങളൊന്നും ഇല്ലെങ്കിലും ആഘോഷത്തിന് ഒരു കുറവും പാടില്ല. അങ്ങനെ കല്യാണത്തിൻ്റെ അന്ന് കഴക്കൂട്ടത്ത് എല്ലാവരും എത്തിച്ചേരുന്നുണ്ട്. അവിടെ ചെറിയൊരു പന്തൽ. പിന്നീട് അവരൊരു ഹോട്ടലിലായിരുന്നു മറ്റുള്ളവരൊക്കെ താമസിച്ചിരുന്ന രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം. അങ്ങനെ ആർഭാടമില്ലാതെ ലളിതമായിട്ടുള്ള ഒരു വിവാഹം മാത്രമായിരുന്നു. അലീനയുടെ സന്തോഷവും അവളുടെ ഇഷ്ടവും അതുപോലെ തന്നെ നടന്നു. അങ്ങനെ മുത്തശ്ശിക്ക് ഒരാഗ്രഹമേ മനുവിനോട് പറഞ്ഞിട്ടുള്ളൂ, നീയും അലീനയും ഒരുമിക്കുന്ന ആ ഒരു നിമിഷം എനിക്ക് നേരിട്ട് കാണണം. മോൻ എന്നെ കൊണ്ടുപോവില്ലേ? എൻ്റെ ആശീർവാദം അനുവാദം എപ്പോഴും എൻ്റെ മക്കൾക്കുണ്ടാവും. ഞാൻ മനസ്സ് നിറഞ്ഞ് നിങ്ങളെ രണ്ടുപേരും അനുഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ മുത്തശ്ശിയെയും ആ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് മനു കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ചെറിയ രീതിയിൽ ആ വിവാഹം നടന്നു. അതിനുശേഷം മനുവിനെയും കൂട്ടി ആഗ്രയിലേക്ക് പോവാണ്. പപ്പയും മമ്മയും അവിടെയെല്ലാം ജീവിച്ച സ്ഥലങ്ങളെല്ലാം അലീന കൗതുകത്തോടെ മനുവിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ താജ്മഹലിൻ്റെ മുമ്പിൽ പപ്പയും അമ്മയും ഒരുപാട് തവണ വന്നിരുന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങളും കാണിച്ചു കൊടുക്കാനട്ടോ. ആ സമയത്ത് മനുവിനെയും ഇതാണ് ഒരു ക്ലൈമാക്സ് സ്റ്റോറി. മനുവിൻ്റെയും അലീനയുടെയും ആ ലവ് സ്റ്റോറി കാണിച്ചുകൊണ്ട് തന്നെ അവർ ഒരു ഹോട്ടൽ റൂമിൽ ഇരുന്ന് എല്ലാം കൊണ്ടും ഭാര്യ ഭർത്താക്കന്മാരായി എല്ലാ അർത്ഥത്തിലും ഒരുമിക്കുന്ന ആ ഒരു രംഗം കാണിച്ചുകൊണ്ടാട്ടോ മയത്തോരുമുമ്പയുടെ ക്ലൈമാക്സ് ആവുന്നത്. ബാലചന്ദ്രനോട് ക്ഷമ ചോദിക്കുന്നുണ്ട് വൈജയന്തി. അതിനുശേഷം ബാലചന്ദ്രൻ നിന്ന് ഇരിപ്പിൽ കസേരയിൽ നിന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്തെല്ലാം വൈജയന്തി പിന്നീട് സ്നേഹനികേതനത്തിലെ നടത്തിപ്പുകാരിയാവാണ്. അവിടുത്തെ ഓരോ അനാഥ കുട്ടികൾക്കും ഭക്ഷണത്തിനും വസ്ത്രത്തിനുമായിട്ട് ഓരോ വീടുകളിൽ കയറി ഇറങ്ങുന്നു. ജോലി വരെ രാജിവെച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ എണീക്കുമ്പോൾ ഒരു അമ്മത്തൊട്ടിൽ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട് വൈജയന്തി. അവൾ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ അമ്മ അവിടെ കിടത്തിപ്പോയിട്ട് ഒരു അരമണിക്കൂർ പോലും ആയിട്ടില്ലെന്ന് വൈജയന്തിക്ക് മനസ്സിലാവാണ്. ചുണ്ടുകളിലെ പാൽമണം വറ്റിയിട്ടില്ല. ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു. താൻ ഈ കുഞ്ഞിനെ 22 വർഷം മുമ്പ് പ്രസവിച്ച ആ കുഞ്ഞാണെന്ന് വൈജയ്ക്ക് തോന്നാണ്. അതാട്ടോ ക്ലൈമാക്സിലെ ലാസ്റ്റ് സ്റ്റോറിയായിട്ട് വരുന്നത്.
എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.